നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്കാണ്. കൊച്ചിയിലേക്കാണല്ലേ? അതായത് കുറേ ദിവസമായി ഇപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ചയാണ് CPM-നെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നത് എന്നുണ്ടെങ്കിൽ അവർ പറയാത്തൊരു വിഷയമാണ് ഈ മാസപ്പടി കേസ്. അതെ, കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചു കുലുക്കിയ മറ്റൊരു ഭൂകമ്പമാണ് ഈ മാസപ്പടി കേസ്. ED എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ അവർക്ക് വലിയ വ്യക്തതയില്ല. അതിന്റെ ഒരു ആശങ്കയൊക്കെ ഉണ്ട് CPM-ന്. എന്തായാലും അത് സംബന്ധിച്ചിട്ടുള്ള അപ്ഡേറ്റ് ആണ്. മാസപ്പടി കേസിൽ കൂടുതൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കി ED. നടപടികൾക്ക് മുന്നോടിയായി സ്വത്തുക്കൾ മറവിപ്പിച്ചുള്ള ഉത്തരവ് ഉടൻ പുറത്തിറക്കും. രണ്ടാം ഘട്ടത്തിൽ വീണ വിജയന്റെ സ്വത്തുക്കളാണ് പ്രധാനമായും കണ്ടുകെട്ടുക. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, ഞാൻ പറയുകയായിരുന്നു, അത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണം എങ്ങോട്ടേക്കാണ്, എന്താണ് ED-യുടെ നെക്സ്റ്റ് മൂവ് എന്ന അങ്ങനെ ഒരു വല്ലാത്ത ഒരു ടെൻഷനിലാണ് CPM. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. വീണ വിജയന്റെ സ്വത്തുക്കൾ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമായും കണ്ടുകെട്ടും എന്നുള്ളത്. എങ്ങനെയാണ് ED-യുടെ തുടർ നീക്കങ്ങൾ? അശ്വതി, രാഖി, അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ ഈ ED-യുടെ അന്വേഷണം, മാസപ്പടി CMRL എക്സാലോജിക്ക് മാസപ്പടി ഇടപാട് കേസിൽ ED-യുടെ അന്വേഷണം നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമായും ED സ്വത്തുവകകളൊക്കെയാണ് കണ്ടുകെട്ടുന്നത്. ഇതിൽ പ്രധാനമായും കണ്ടുകെട്ടുക വീണയുടെ സ്വത്തുക്കളാണ്. വീണയുടെ ഈ CMRL നിന്നും എക്സാലോജിക്കും വീണ കൈപ്പറ്റിയ കോടിക്കണക്കിന് രൂപയുണ്ട്. ഈ തുല്യമായ സ്വത്തുവകകളാണ് രണ്ടാം ഘട്ടത്തിൽ ED കണ്ടുകെട്ടുന്നത്. എന്തായാലും വീണയുടെ ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിന് മുൻപ് സ്വത്തുക്കളൊക്കെ ഈ മരവിപ്പിക്കുക എന്നൊരു നടപടിയുണ്ട്. ഇത്തരത്തിൽ സ്വത്തുക്കൾ മരവിപ്പിച്ചതിന് പിന്നാലെ ഇത് സ്ഥിരപ്പെടുത്താനായി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുൻപാകെ സമർപ്പിച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എന്തായാലും വീണയുടെ 2.5 കോടിയോളം രൂപ വിലമതിക്കുന്ന 80 സെന്റ് ഭൂമിയാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ കണ്ടുകെട്ടുക. രണ്ടാം ഘട്ടത്തിൽ വീണയുടെ സ്വത്തുവകകൾ പ്രധാനമായും കണ്ടുകെട്ടും. അപ്പം തന്നെ ഈ കേസിൽ ED റെയ്ഡുകൾ നടത്തിയിരുന്നു. 1836 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് ED മരവിപ്പിച്ചത്. ഇത് പല ആളുകളുടെ സ്വത്തുവകകളാണ്. ഇതിൽ പ്രധാനമായും ഈ ED നടത്തിയ റെയ്ഡിൽ പല ആളുകളും CMRL നിന്നും വൻ തുകകൾ കൈപ്പറ്റിയതായി കണ്ടെത്തിയിരുന്നു. ആളുകളുടെ എല്ലാം അടക്കമുള്ള 1836 കോടി രൂപയുടെ സ്വത്തുവകകളാണ് ED മരവിപ്പിച്ചിരിക്കുന്നത്. ഈ നടപടി സ്ഥിരപ്പെടുത്താനായിട്ടാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് ED ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും കൂടുതൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിലേക്ക് കടക്കുകയാണ്. ഈ വീണയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി അടക്കമുള്ള വസ്തുവകകളാണ് കണ്ടെത്തുക. എന്തായാലും ഈ പരിശോധനകളെല്ലാം പൂർത്തിയാക്കി ഉടൻ തന്നെ ഉത്തരവിറങ്ങും. അതായത് ഈ ഭൂമി കണ്ടുകെട്ടിയതായുള്ള ഉത്തരവ് പരിശോധനകൾക്ക് ശേഷം ഉടൻ തന്നെ പുറത്തിറങ്ങും. പിണറായി വില്ലേജ്, പിണറായി പാറപ്പുറം റോഡിൽ KCB സബ്സ്റ്റേഷന് പിന്നിലുള്ള 80 സെന്റ് ഭൂമിയും ഒപ്പം തന്നെ പാതിരിയാട് വില്ലേജിൽ പിണറായി വിജയന്റെ വീടിനോട് ചേർന്നുള്ള ഭൂമിയുമാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടുകൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അളന്ന് തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ CMRL എക്സാലോജിക്ക് മാസപ്പടി കേസിൽ വീണയ്ക്കും എക്സാലോജിക്കിനുമായി 2,82,00,000 രൂപയാണ് ലഭിച്ചിരുന്നത്. ഇത് വീണയുടെ അക്കൗണ്ടിലേക്ക് ലഭിച്ചിട്ടുണ്ട്. CMRLന്റെ അക്കൗണ്ടിലേക്ക് എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് പോയിരുന്നു. ഈ തുകകൾക്ക് തുല്യമായ ഭൂമിയാണ്, സ്വത്തുവകകളാണ് ആദ്യം മരവിപ്പിക്കുന്നത്. എന്തായാലും അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ അനുമതി കൂടി ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്യും. എന്തായാലും വീണയെ ഈ 2 തവണ ED ചോദ്യം ചെയ്തിരുന്നു, കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ഉടൻ തന്നെ 3ാമത് ചോദ്യം ചെയ്യാനായി വീണയ്ക്ക് സമൻസ് അയക്കുകയും വിളിച്ചു വരുത്തുകയും ചെയ്യും എന്നാണ് വീണയുടെ ചോദ്യം ചെയ്യൽ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു കൃത്യമായൊരു ഡേറ്റ് ED ഉദ്യോഗസ്ഥർ പറയുന്നില്ല. എങ്കിൽ പോലും വീണയെ ഇനിയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. വീണയുടെ ഭർത്താവ് മുൻ മന്ത്രി മുഹമ്മദ് റിയാസിലേക്കും ഈ നടപടികൾ നീളും. ഒപ്പം തന്നെ നേരത്തെ റെയ്ഡിൽ കണ്ടെത്തിയ, അതായത് ഈ CMRL നിന്നും അനധികൃതമായി വൻ തുകകൾ കൈപ്പറ്റിയ ആളുകളിലേക്ക് തന്നെയാണ്. റിയാസ് കൊടുങ്ങും, പിണറായി കുടുങ്ങും, വീണ കുടുങ്ങും, മറ്റാരൊക്കെ കുടുങ്ങും, മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ അടക്കമുള്ള പേരുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാലും മാസപ്പടി കേസിൽ നിർണായകമായ ട്വിസ്റ്റർ ഒരുങ്ങുകയാണ്. ED കുറച്ചു നാളുകളായി ഈ വാർത്തയുടെ പ്രധാനപ്പെട്ട വിശദാംശങ്ങളൊന്നും നമ്മളിലേക്ക് എത്തുന്നില്ല. കാരണം ഒന്നുമല്ല, അണിയറയിൽ വമ്പൻ പദ്ധതികൾ ഒരുക്കി തയ്യാറായിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എന്തായാലും CPM-ന് അടിമുടി പ്രതിരോധമാണ്. ഇവിടെ ശബരിമലയാണെങ്കിൽ അവിടെ അടുത്ത മാസപ്പടിയാണ്. മറ്റെന്തൊക്കെ വിഷയങ്ങളാണ് ഇനി കാത്തിരുന്നതിനെ കാണണം.